വാർത്തകളിലേക്ക് വിശദമായി. മഴ കുറഞ്ഞെങ്കിലും വെള്ളത്തിന്റെ വെല്ലുവിളിയിൽ പകച്ചു നിൽക്കുകയാണ് കുട്ടനാട്. വെള്ളമിറങ്ങി തുടങ്ങിയാൽ കുട്ടനാട്ടുകാർക്ക് ദുരിത പെരുമഴ ആരംഭിക്കും. ഒപ്പം നൂറ്റാണ്ടുകൾക്കിപ്പുറമെത്തിയ പ്രളയത്തിന്റെ ബാക്കിയായി പകർച്ചവ്യാധികളും പടരും. മട തകർത്തു പാഞ്ഞുകയറിയ വെള്ളം കുട്ടനാടിനെ ഇപ്പോഴും വെല്ലുവിളിക്കുകയാണ്. വീടുകളിൽ കയറിയ വെള്ളം വരുത്തിയ നാശനഷ്ടങ്ങൾ വിലമതിക്കാനാവില്ല. വർഷങ്ങളുടെ സമ്പാദ്യം പ്രളയം കവർന്നു. വെള്ളത്താൽ പുറത്താക്കപ്പെട്ട കുട്ടനാടൻ ജനത തിരികെ വീടുകളിലെത്താൻ കാത്തുനിൽക്കുകയാണ്. വെള്ളമിറങ്ങിത്തീരുമ്പോൾ കുട്ടനാട്ടിൽ ബാക്കിയാവുന്നത് പച്ചകട്ടപാടങ്ങളാണ്. മാസങ്ങളുടെ അധ്വാനമാണ് മഴയിൽ കുതിർന്ന് നശിച്ചത്. കിടന്നുറങ്ങാനിടവും കുടിവെള്ളവും ഭക്ഷണവുമില്ലാതെ 85,000-ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു. കരതെളിയുന്നത് കാത്ത് മോർച്ചറികളിൽ സംസ്കാരത്തിനായി മൃതദേഹങ്ങൾ ഒരാഴ്ചയായി കാത്തിരിക്കുന്നു. മഴ മാറി വെള്ളമിറങ്ങിത്തുടങ്ങിയാൽ പകർച്ചവ്യാധികൾ കുട്ടനാടിന് ഭീഷണിയാകും. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നുണ്ട്. 15 ടീമുകളായി തിരിഞ്ഞ് മെഡിക്കൽ സംഘം ക്യാമ്പുകളിൽ പരിശോധന നടത്തുന്നു. മന്ത്രി ജി സുധാകരൻ ഇന്നും ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും. ക്യാമ്പുകളിൽ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളില്ലെന്ന പരാതിയെ തുടർന്ന് ബയോ ടോയ്ലറ്റുകളും ഫ്ലോട്ടിംഗ് ടോയ്ലറ്റുകളും ആരംഭിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. 1.25 ലക്ഷത്തോളം പേരാണ് കുട്ടനാട്ടിലെ 464 കഞ്ഞിവീഴ്ത്തൽ കേന്ദ്രങ്ങളെ ആശ്രയിച്ചു കഴിയുന്നത്. റിപ്പോർട്ടർ, ആലപ്പുഴ.